9 വാട്ട് വരുന്ന ഒരു LED ബൾബ് 20 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. നമുക്ക് കിട്ടിയ ഈ ചോദ്യം അഥവാ 9 വാട്ട് വരുന്ന LED ബൾബ് അത് 20 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്ന ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിവിടെ കണ്ടെത്തേണ്ടത് അത് യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് എന്ന് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല അഥവാ കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്ന ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഇനി വിശദീകരിക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരക്കടലാസിൽ ആദ്യം തന്നെ യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല അഥവാ കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നത് ഇതുപോലെ തന്നെ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പായി നമ്മൾ ചെയ്യേണ്ടത് കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്നത് ഇതുപോലെ തന്നെ താഴോട്ട് എഴുതുക. ഇനി ഫോർമുല അനുസരിച്ച് വരുന്നത് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് വരുന്നത്. എന്നാൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ ഈ വാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന വാട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 9 വാട്ട് വരുന്ന LED ബൾബ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈ വാട്ടിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ 9 വാട്ട് എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് അത് അതുപോലെ തന്നെ താഴോട്ട് ഇട്ട് കൊടുക്കുക. ഇനി വരുന്നത് അവർ എന്നാണ് വരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ എന്നത് നമ്മുടെ ആ ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന സമയത്തെയാണ് ഈ അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 9 വാട്ട് വരുന്ന LED ബൾബ് 20 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണല്ലോ ചോദ്യം. ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ LED ബൾബ് 20 മണിക്കൂറാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളിവിടെ 20 അവർ എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഡിവൈഡഡ് ബൈ 1000 എന്നത് അതുപോലെ തന്നെ താഴോട്ട് എഴുതുക. അടുത്ത സ്റ്റെപ്പായി നമ്മൾ ചെയ്യേണ്ടത് കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്നത് വീണ്ടും താഴോട്ട് എഴുതുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 9 വാട്ടിന് 20 അവർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ 9 വാട്ടിന് 20 അവർ കൊണ്ട് ഗുണിക്കാൻ പറയുമ്പോൾ അത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 9 വാട്ട് എന്നതിൽ ഈ വാട്ട് തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ 20 അവർ എന്നതിൽ അവറും നമുക്ക് തൽക്കാലം ഒഴിവാക്കാം.
അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ 9നെ 20 കൊണ്ട് ഗുണിക്കാം. 9നെ 20 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് 180 എന്ന് ലഭിക്കും. ആ 180 എന്നത് അത് ഇവിടെ എഴുതാം. അതിനുശേഷം ഈ ഡിവൈഡഡ് ബൈ 1000 എന്നത് അത് നമുക്ക് അതുപോലെ തന്നെ താഴോട്ട് എഴുതാം. ഇവിടെ 180 എന്ന് നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു സംഖ്യ വരാനുള്ള കാരണം എന്നത് നമ്മൾ 9 വാട്ടിന് 20 അവർ കൊണ്ട് ഗുണിച്ച ആ ഒരു സംഖ്യയാണ്. അതാണ് 180 എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഈ സംഖ്യ. ഇനി ഈ ഡിവൈഡഡ് ബൈ 1000 എന്നത് അത് ഈ ഫോർമുല അനുസരിച്ച് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് ഫോർമുല അനുസരിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടിന് അവർ കൊണ്ട് ഗുണിച്ച സംഖ്യ നമ്മളിവിടെ എഴുതി. അതിനുശേഷം ഈ ഡിവൈഡഡ് ബൈ 1000 എന്നത് അത് നമ്മൾ ഇവിടെ അതുപോലെ തന്നെ എഴുതുകയും ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് ഈ 180നെ 1000 കൊണ്ട് ഹരിക്കുക. 180നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 0.18 എന്ന് ലഭിക്കും. ഇവിടെ നമ്മൾ 180നെ 1000 കൊണ്ട് ഹരിക്കാനുള്ള കാരണം എന്നത് നമ്മുടെ ഫോർമുല അനുസരിച്ച് വരുന്നത് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ്. അപ്പോൾ ഇവിടെ വാട്ടിനെ അവർ കൊണ്ട് ഗുണിച്ച സംഖ്യയാണ് നമുക്ക് കിട്ടിയ 180 എന്നത്. പിന്നെ ഫോർമുല അനുസരിച്ച് ഇനി വരുന്നത് ഡിവൈഡഡ് ബൈ 1000 എന്നതാണ്. ആ ബാക്കി വരുന്ന ഡിവൈഡഡ് ബൈ 1000 എന്നത് നമ്മളിവിടെ എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ 180നെ 1000 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എന്നത് അത് 0.18 എന്നതാണ്. അപ്പോൾ 0.18 എന്നത് ഇത് യൂണിറ്റ് വൈദ്യുതിയാണ്. അപ്പോൾ യൂണിറ്റ് വൈദ്യുതി എന്നത് 0.18 യൂണിറ്റ് വൈദ്യുതി. അപ്പോൾ നമ്മുടെ ചോദ്യം എന്നത് 9 വാട്ട് വരുന്ന LED ബൾബ് 20 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് 0.18 യൂണിറ്റ് വൈദ്യുതി എന്നതാണ്. അപ്പോൾ ഈ ഒരു ആൻസറിന് താഴെയായിട്ട് നമ്മൾ ഇതുപോലെ 2 വരയും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് ഫുൾ മാർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആമസോണിൽ നിന്ന് വ്യത്യസ്ത ഡിസൈനിലും വ്യത്യസ്ത വാട്ടിലും വരുന്ന LED ബൾബുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവയുടെ ലിങ്കുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ആ ലിങ്കുകൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും അതാത് പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.